നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് പാഠഭാഗമായി വായിച്ച യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ 4-ാം വാക്യം മാത്രം ഇപ്പോൾ വായിക്കുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, നിന്റെ വചനമല്ലേ ഇപ്പോഴും ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൺവെൻഷൻ്റെ 2ാമത് രാത്രി യോഗത്തിൽ ഏറെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ വന്നു ചേരുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിന്റെ ശബ്ദം കേൾക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവവചനം എന്ത് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതിനെ തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ PG ജോർജ് അച്ഛൻ, ഇടവക വികാരി ഏറ്റവും ബഹുമാനപ്പെട്ട സാംചി പണിക്കരച്ചൻ, വെണ്ണിക്കുളം ശാലെ മാർത്തോമ ഇടവകയുടെ ഇടവക ചുമതലക്കാരെ, ഗായിക സംഘ അംഗങ്ങളെ, ഇടവകയിൽ നിന്നും ഇടവകയ്ക്ക് പുറത്തു നിന്നും ഈ വചനകൂടാരത്തിൽ ചേർന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. വെണ്ണിക്കുളം കൺവെൻഷൻ്റെ 102ാമത് യോഗങ്ങളിൽ 2ാമത് രാത്രി യോഗത്തിൽ നിങ്ങളോടെല്ലാവരോടും ഒരുമിച്ച് ഇതിൽ പങ്കുചേരുവാനും ദൈവവചനം പങ്കുവെക്കുവാനും എനിക്ക് ലഭിച്ച ഈ അസുലഭ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം ഇതിന് ആവശ്യമായിട്ടുള്ള ആലോചന നൽകി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സാംചി പണിക്കരച്ചനോടും ഇടവക ചുമതലക്കാരോട് ഈ കൺവെൻഷൻ്റെ മറ്റ് ഭാരവാഹികളോടുമുള്ള എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി, സന്തോഷം പ്രാരംഭ വാക്കുകളിൽ തന്നെ ഞാൻ അറിയിക്കുന്നു. വെണ്ണിക്കുളം കൺവെൻഷൻ്റെ 102ാമത് യോഗമാണിത്. ഒരു നൂറ്റാണ്ടിലധികം ഇടതടവ് കൂടാതെ തുടർച്ചയായി ഈ കൺവെൻഷൻ നടത്തപ്പെട്ടു എന്നുള്ളത് തന്നെ വളരെ അനുഗ്രഹകരമായിട്ടുള്ള സംഗതിയാണ്. ഇതിൻ്റെ ആദ്യകാല കൂടിവരവുകളെക്കുറിച്ചൊക്കെ പരിചയമുള്ള, അനുഭവിച്ചറിഞ്ഞ ബഹുമാനപ്പെട്ട PG ജോർജ് അച്ഛൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ കൺവെൻഷൻ്റെ നടത്തിപ്പും അതിൻ്റെ പങ്കാളിത്തത്തിൽ അച്ഛന് ലഭിച്ചതായിട്ടുള്ള ആത്മീക അനുഭവങ്ങളുമൊക്കെ അച്ഛൻ്റെ ആമുഖ വാക്കുകളിൽ പങ്കിടുകയുണ്ടായി. സുവിശേഷത്തിൻ്റെ തീജ്വാലയായിട്ട് പ്രവർത്തിച്ച സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെയും പുഞ്ചമണ്ണിൽ മാമിനുപദേശിയുടെയും ഒക്കെ പരിലാളനയിലും സുവിശേഷ തീഷ്ണതയിലും വളർന്നതായിട്ടുള്ള കൺവെൻഷനാണ് ഈ വെണ്ണിക്കുളം കൺവെൻഷൻ എന്ന് പറയുന്നത്. ശക്തമായി ദൈവവചനം പ്രഘോഷിച്ചതായിട്ടുള്ള അനേക ദൈവദാസന്മാർ നിന്നതായിട്ടുള്ള പുണ്യഭൂമിയാണിത്. അനേക ജീവിതങ്ങൾ മാനസാന്തരപ്പെടുവാൻ, അനേക ജീവിതങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇവിടെ വാരി വിതറിയതായിട്ടുള്ള വചനവും ഇവിടെയുള്ള ആത്മീകമായിട്ടുള്ള അനുഭവങ്ങളും കാരണമായി തീർന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഓർപ്പിച്ചതുപോലെ ഇന്ന് വചനോത്സവത്തിൻ്റെ ഒരു അതിപ്രസരത്തിലാണ് ഈ കാലഘട്ടം. എത്രയോ ഇടങ്ങളിൽ ദൈവവചനത്തിൻ്റെ പ്രഘോഷണം നടക്കുന്ന രാത്രിയാണ് ഈ രാത്രി തന്നെ. എന്നാൽ ഈ വചനഘോഷണവും വചന കേൾവിയും
പ്രഘോഷിക്കുന്നവനിലും കേൾവിക്കാരനിലും വരുത്തുന്നതായിട്ടുള്ള മാറ്റമെന്ത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. പ്രിയപ്പെട്ട PG ജോർജ് അച്ഛൻ നല്ലൊരു ആമുഖം അച്ഛൻ്റെ പ്രഭാഷണത്തിലൂടെ നൽകുകയുണ്ടായി. അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്: ദൈവമേ, ഈ വചനത്തിലൂടെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നമ്മെ ആഹ്വാനം ചെയ്തു ഒരു പുതുക്കത്തിൻ്റെ, പുനർക്രമീകരണത്തിൻ്റെ വചന കേൾവിക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കുവാനുള്ള ആഹ്വാനത്തോടെയാണ് അച്ഛൻ്റെ ആമുഖ വാക്കുകൾ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു റീമേക്കിങ്ങിൻ്റെ, പുനഃസൃഷ്ടിയുടെ കഥയിലേക്ക്, സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം, അതിൻ്റെ ഏതാനും വാക്യങ്ങളാണ് ഞാൻ ധ്യാനത്തിനായിട്ട് വിഷയീഭവിപ്പിക്കുന്നത്. അനാത്തോത്തിലെ ഹിൽക്കിയ പുരോഹിതന്റെ മകനായിട്ടാണ് യിരെമ്യാവ് ജനിക്കുന്നത്. പൗരോഹിത്യ പാരമ്പര്യത്തിൽ ജനിച്ച് പ്രവാചക ശുശ്രൂഷയിലേക്ക് വളർന്ന് പൗരോഹിത്യവും പ്രവാചക ശുശ്രൂഷയും വളരെ സമ്യക്കായി സംയോജിപ്പിച്ച് ശുശ്രൂഷ നിർവഹിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാണ് യിരെമ്യാവ്. പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരുവനായിട്ട് യിരെമ്യാവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെശയ്യാവിനോടും യെഹെസ്കേലിനോടുമൊക്കെ ചേർത്ത് നിർത്താവുന്നതായിട്ടുള്ള ഒരു പ്രവാചക പാരമ്പര്യം യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ, പ്രവചന സന്ദേശങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. യിരെമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ, യഹോവ ഉന്നതൻ. ഗോഡ് ഈസ് ഹൈ, ഗോഡ് വിൽ എക്സൾട്ട്. യഹോവയാൽ ഉയർത്തപ്പെട്ടവനാണ് യിരെമ്യാവ്. തൻ്റെ ശുശ്രൂഷയിൽ, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ പ്രവാചക പ്രവർത്തനങ്ങളിൽ ദൈവമെടുത്തുപയോഗിച്ച ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിത്വമായി ഈ യിരെമ്യാവിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യിരെമ്യാവിൻ്റെ ശുശ്രൂഷയിൽ മാത്രമല്ല, അവൻ്റെ വിളിയിൽ, അവൻ്റെ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തതയുള്ള ഒരു ദൈവവിളി യിരെമ്യാവിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രാരംഭ അധ്യായങ്ങൾ നാം പഠിക്കുന്ന അവസരത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം അറിഞ്ഞവനാണ്. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ദൈവം വിശുദ്ധീകരിച്ചവനാണ് യിരെമ്യാവ്. തൻ്റെ ദൗത്യ നിർവഹണത്തിലും വളരെയേറെ വ്യത്യസ്തതകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും മാത്രമല്ല, പണിയുവാനും നടുവാനും ജാതികളുടെ മേലും രാഷ്ട്രങ്ങളുടെ മേലും ദൈവം അധികാരം നൽകിയ ഒരു പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചന ശുശ്രൂഷയുടെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നാം പഠിക്കുന്ന അവസരത്തിൽ യഹൂദ്യയുടെ 3 രാജാക്കന്മാരുടെ കാലത്ത് യിരെമ്യാവ് ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. യോശിയാവിൻ്റെയും യഹോയാക്കീവിൻ്റെയും സിദെക്കിയാവിൻ്റെയും കാലത്ത് ശുശ്രൂഷ നിർവഹിച്ചുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ സിദെക്കിയാവിൻ്റെ 11-ാം ആണ്ടുവരെ ഈ പ്രവാചകൻ ഈ രാജാവിനോട് ചേർന്ന് നിന്നതായിട്ട്, ശുശ്രൂഷ നിർവഹിച്ചതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചരിത്രം സാക്ഷിക്കുന്ന മറ്റൊരു സംഗതി, ഈ യിരെമ്യാവിൻ്റെ ശുശ്രൂഷയുടെ കാലയളവിൽ യഹൂദ്യയുടെ പതനം, വിദേശ ശക്തിയായ ബാബിലോൺ സാമ്രാജ്യം യഹൂദ്യയെ തകർത്ത് കളയുന്നതായിട്ടുള്ള സാഹചര്യം ഈ പ്രവാചകൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ BC 587 ബാബിലോൺ ആക്രമണത്തിൽ പൂർണ്ണമായി ഈ യഹൂദ്യ തകരുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. യെരുശലേം ആക്രമിക്കപ്പെട്ടു, ദേവാലയം ചുട്ടു ചാമ്പലാക്കി, പൂജാസാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു,
രാജാവിനെ പോലും സിദക്കിയാവിനെ പോലും പിടിച്ച് ബന്ധിയാക്കി രാജാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് യഹൂദയിലെ കോമളന്മാരും നിപുണന്മാരും നല്ല നൈപുണ്യമുള്ള ആളുകളെ ബന്ധിയാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഇരമ്യാവ് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ പ്രവൃത്തിയുടെ ദോഷം മൂലം, അനാത്മീകത മൂലം, വിഗ്രഹാരാധന മൂലം, ദൈവത്തിൽ നിന്ന് അകന്നത് മൂലം, ജീവിതത്തിൽ ദോഷം പ്രവർത്തിച്ചത് മൂലം, അനാത്മികത മൂലം, അധാർമികമായിട്ടുള്ള വഴിയിൽ ദൈവജനം സഞ്ചരിച്ച അവസരത്തിൽ ദൈവം അവരെ അടിക്കാൻ ഉപയോഗിച്ച വടിയായിട്ട് ഈ ബാബിലോണിയൻ സാമ്രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിക്കുന്ന ഇരമ്യാവിനെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് ജീർണതയുടെ അവശിഷ്ടങ്ങളിൽ ചവിട്ടി നിന്ന് ശുശ്രൂഷ നിർവഹിച്ച പ്രവാചകനാണ് ഇരമ്യാ പ്രവാചകൻ. പരിസരങ്ങൾ നോക്കുന്ന അവസരത്തിൽ തകർച്ചയുടെ, പതനത്തിൻ്റെ അടയാളങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കുകയും അവരെ ഗുണദോഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനാണ്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകയും തലോടുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ. ജനത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് മനം നൊന്ത് കരഞ്ഞ് പ്രവചിച്ചതായിട്ടുള്ള ഒരു പ്രവാചകനായിട്ട് ഇരമ്യാവിനെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇരമ്യാവിനെ വിശേഷിപ്പിക്കുന്നത് വീപ്പിംഗ് പ്രോഫറ്റ്, അല്ലെങ്കിൽ കരയുന്ന പ്രവാചകൻ എന്ന പേരിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സന്ദേശം? തകർച്ചയുടെ നടുവിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ അടി ഏറ്റുവാങ്ങിയതായിട്ടുള്ള ഒരു ജനതയോട് ഈ പ്രവാചകൻ പറയുന്നു, കം ബാക്ക്, മടങ്ങി വരിക. ഇപ്പോൾ നിന്റെ സ്ഥിതിയിൽ പ്രയാസമുണ്ടെങ്കിലും, നിന്റെ വീഴ്ച പൂർണ്ണമായിരിക്കുന്നെങ്കിലും, നിന്റെ പരിസരം അത്ര അനുകൂലമല്ല എങ്കിലും, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സന്ദേശമാണ് ഇരമ്യാ പ്രവാചകൻ തൻ്റെ ജനത്തിന് നൽകുന്നത്. ഗതകാലം പരിഗണിക്കാതെ നിന്നെ സ്നേഹിക്കുന്ന, ഒരു പുതിയ ഉടമ്പടിക്കായി കാത്തിരിക്കുന്ന ദൈവത്തെയാണ് ഇരമ്യാ പ്രവാചകൻ തൻ്റെ ജനത്തിന് മുന്നിൽ വെക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നവപ്രതീക്ഷയുടെ കഥ. പ്രത്യേകിച്ച് നാം ഇന്ന് ധ്യാനിക്കുന്ന 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ അവിടെ പറയുന്നു, എ ന്യൂ ബിഗിനിങ് ഈസ് പോസിബിൾ. നിന്റെ പഴയകാല ജീവിതം എങ്ങനെയായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യം എങ്ങനെയാകുന്നെങ്കിലും, തകർച്ചയുടെ പടുകുഴിയിലാണ് നീ ഇന്ന് പെട്ടിരിക്കുന്നതെങ്കിലും, ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ദൈവമുണ്ടെന്നുള്ള സന്ദേശം 18-ാം അധ്യായത്തിൽ ഈ പ്രവാചകൻ പങ്കുവെക്കുകയാണ്. അത്യന്തം ആകർഷണീയത നിലനിൽക്കുന്ന, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാടകീയതയുള്ള, ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ. ഇത് അവതരിപ്പിക്കുവാനായിട്ട് ഈ പ്രവാചകൻ ഉപയോഗിക്കുന്ന ഒരു രൂപകമുണ്ട്. അത് കുശവന്റെയും കളിമണ്ണിന്റെയും രൂപകമാണ്. ദ ഇമേജറി ഓഫ് ദ പോട്ടർ ആൻഡ് ക്ലേ. ഒരു കുശവന്റെ വിവരണത്തിലൂടെ, കളിമണ്ണിന്റെ വിവരണത്തിലൂടെ പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന, പുതുസൃഷ്ടി നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിത്രീകരണം ഈ പ്രവചന സന്ദേശത്തിലൂടെ പ്രവാചകൻ പങ്കുവെക്കുകയാണ്. ഈ കുശവൻ, കളിമണ്ണ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രതീകം ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് വളരെ ചിരപരിചിതമായിട്ടുള്ള ഒരു പ്രതീകമാണ്. പഴയ നിയമം നാം പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ വേദപുസ്തക രചനയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കുശവൻ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന അവസരത്തിൽ കളിമണ്ണ് ദൈവജനത്തെ പ്രതിനിധാനം ചെയ്യുന്നു.
കുശവനും കളിമണ്ണും എന്നുള്ള ബന്ധത്തിലൂടെ ദൈവവും തൻ്റെ ജനതയും തമ്മിലുള്ള ബന്ധത്തെയാണ് വേദപുസ്തകം പരാമർശിക്കുന്നത്. ആടും ഇടയനും എന്നുള്ള രൂപകം പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. ദൈവം ഇടയനെങ്കിൽ ആട് ദൈവജനത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ചിത്രമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നാം ധ്യാനിച്ചതായിട്ടുള്ള പുതിയ നിയമത്തിൽ അത്തരത്തിലുള്ള ഒരു രൂപകമുണ്ട്. കൊമ്പും മുന്തിരിവള്ളിയും തമ്മിലുള്ള രൂപകം ക്രിസ്തുവും തൻ്റെ സഭ ശിഷ്യഗണവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രൂപകമാണ്. തീരുന്നില്ല, പഴയ നിയമത്തിൽ വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നു തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം. ഇതും ദൈവവും തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, പ്രവാചകൻ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഈ രൂപകം പഴയ നിയമത്തിൽ വളരെ ചിരപരിചിതമായ, യഹൂദ്യ ജനത്തിന് വളരെ പരിചിതമായിട്ടുള്ള ഒരു രൂപകമാണ്. 18-ാം അധ്യായം ആരംഭിക്കുന്ന അവസരത്തിൽ ഈ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നു. 1-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ. എന്താണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്? നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ പറയുന്നതായിട്ടുള്ള സംഗതി, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അതിനുശേഷം പറയുന്നു, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അപ്പോൾ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. ദൈവത്തിന് ചില കാര്യങ്ങൾ പ്രവാചകനോട് പറയുവാനായിട്ടുണ്ട്. ഞാൻ എൻ്റെ ധ്യാനത്തിൽ ഇപ്രകാരം ചിന്തിച്ചു: ഈ പ്രവാചകനോട് ദൈവം സംസാരിക്കുന്ന അവസരത്തിൽ തന്നെ ദൈവത്തിന് പറയുവാനുള്ള കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ ചെല്ലണം? ആ വീട്ടിൽ ചെല്ലുന്ന അവസരത്തിൽ അവിടെ വെച്ച് അറ്റ് പോട്ടേഴ്സ് ഹൗസ് ഞാൻ ചില കാര്യങ്ങളെ നിന്നെ പഠിപ്പിക്കും എന്ന് പറയുകയാണ്. പ്രിയരെ, ഇത് ധ്യാനിച്ച അവസരത്തിൽ ഈ കുശവന്റെ വീട്ടിൽ ചില കാഴ്ചകൾ കാണുവാനായിട്ടുണ്ട്. ഈ കാഴ്ചകളിലൂടെയാണ് ദൈവം യിരെമ്യാ പ്രവാചകനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവജനത്തെ അറിയിക്കുവാനായിട്ട് ഉള്ളത് കുശവന്റെ വീട്ടിലെ 4 കാഴ്ചകളാണ്. ദൈവം തമ്പുരാൻ ഈ പ്രവാചകനെ വിളിച്ച് കുശവന്റെ വീട്ടിലെത്തിക്കുന്ന അവസരത്തിൽ അവിടെയുള്ള 4 കാഴ്ചകൾ നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് സ്വീകരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് കാഴ്ച 3-ാം വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്രകാരം വായിക്കുവാനായിട്ട് സാധിക്കും: അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. ഒന്നാമത്തെ കാഴ്ച ഇതാണ്. ചക്രത്തിൽ വേല ചെയ്യുന്ന കുശവനെ സംബന്ധിച്ചുള്ള കാഴ്ചയാണ്. പ്രിയരെ, ഇത് സൂചിപ്പിക്കുന്നത് കർമ്മനിരതനായിട്ടുള്ള ഒരു ദൈവത്തെ സംബന്ധിച്ചുള്ള സന്ദേശമാണ് പ്രവാചകന് ദൈവം നൽകുവാനായിട്ട് പോകുന്നത്. ഈ കാഴ്ചയിലൂടെ പറയുന്നു, യുവർ ഗോഡ് ഈസ് സ്റ്റിൽ ആക്റ്റീവ്. നിന്റെ ദൈവം ഇപ്പോഴും കർമ്മനിരതനാണ്. ചക്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ചക്രം ചലിക്കുന്നത് ഒരു റാൻഡം മോഷൻ അല്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുകയല്ല. ഈ ചക്രം ചലിക്കുന്നത് ദൈവത്തിൻ്റെ ദിവ്യ വിചാരണയിലാണ്. പ്രിയരെ, ഈ ജനത കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഈ സന്ദേശത്തിന്റെ ഗൗരവം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രവാസത്തിൽ തകർന്നടിഞ്ഞ ജീവിത പരിസരങ്ങളിൽ നിൽക്കുന്ന ജനത്തോടാണ് പറയുന്നത്, സ്റ്റിൽ യുവർ ഗോഡ് ഈസ് ആക്റ്റീവ്. തകർച്ചയുടെ പരിസരങ്ങളിൽ നിൽക്കുന്ന ജനത്തോട് പ്രവാചക നീ പറയണം, കുശവൻ ഇപ്പോഴും എവിടെ തന്നെയാണ്? ചക്രത്തിന്റെ പിന്നിൽ തന്നെയാണ്. പ്രതീക്ഷയുടെ അവസാന ആശയം പോയി എന്ന് കരുതിയ ജനത്തിന് ഈ കാഴ്ച നൽകുന്ന നവപ്രതീക്ഷ
വളരെ വലുതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രവാസം തകർത്തതായിട്ടുള്ള ഈ ജനതയെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന ഒരു വിചാരം ദൈവം പോലും കൈവിട്ടു എന്നുള്ള ചിന്തയാണ്. ഗോഡ് ഫോർസേക്കൻനെസ്, ദൈവം ഉപേക്ഷിച്ചു എന്നുള്ള ഒരു ചിന്ത. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പരാജയങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, തോൽവികളിൽ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മെ പഴിക്കുമ്പോൾ, കുത്തുവാക്ക് പറയുമ്പോൾ അറിയാതെ നാം ചിന്തിക്കും, ദൈവം പോലും എന്തേ എന്നെ കൈവിട്ടത്. പലപ്പോഴും നമുക്ക് കടന്നു വരുന്ന ചിന്തയാണ്, ദൈവം പോലും കൈവിട്ടു. നമ്മെക്കുറിച്ചല്ല, മറ്റുള്ളവരെ കുറിച്ചും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാം പറയാറുണ്ട്, നിന്നെ ദൈവം പോലും ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് ക്രൂശിൽ കടന്നുപോയതായിട്ടുള്ള സഹനാനുഭവങ്ങളിൽ, ക്രൂശിന്റെ കൊടിയ വേദനയുടെ മധ്യത്തിൽ കർത്താവ് നിലവിളിക്കുന്നുണ്ട്, ദൈവമേ ദൈവമേ. നിങ്ങൾ ഈ കൺവെൻഷൻ ഒന്നും മിണ്ടാറില്ലയോ? അങ്ങനെ വല്ല റൂൾ വല്ലതും ഉണ്ടോ? ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? യേശു കർത്താവ് ക്രൂശിൽ നിലവിളിക്കുക. പ്രിയരെ, നിരാശയുടെ വാക്കിലല്ല ക്രൂശിന്റെ അവസാനം. യേശു കർത്താവ് തിരിച്ചറിയുന്നു, എൻ്റെ സഹനങ്ങളിൽ എൻ്റെ പിതാവ് കൂടെയുണ്ട്. അതുകൊണ്ടാണ് അവസാന വാചകം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. സഹനങ്ങളിൽ കടന്നു പോകുവാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ് ദൈവം കൈവിട്ടു. വല്ലാതെ വ്യഥയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ചില സങ്കീർത്തന വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 13-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം എത്രത്തോളം നീ മറയ്ക്കും. പിന്നെയും സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, എത്രത്തോളം ഞാൻ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ഓ ലോർഡ്, ഹൗ ലോങ്? എത്രത്തോളം നീ മറഞ്ഞിരിക്കും, എത്രത്തോളം ഞാൻ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ ദൈവം ഉപേക്ഷിച്ചുവെന്ന് കരുതിയിരിക്കുന്ന ജനത്തെ നോക്കി അവനെ കണ്ടവർ പരിഹസിച്ചതായിട്ടുള്ള വാക്യമുണ്ട്. 42-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീര് രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ദൈവം എന്നെ കൈവിട്ടു എന്നുള്ള ബോധം എന്നെ മൂടിക്കളയുക. അതുകൊണ്ട് അവൻ നിലവിളിക്കുക, ദൈവമേ ഹൗ ലോങ്? എത്രത്തോളം? കണ്ടു നിൽക്കുന്നവൻ ഇവന്റെ പരാജയത്തിൽ ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെ? ഇത്രയും നാൾ നീ പറഞ്ഞു നീ ദൈവത്തിന്റെ സ്പെഷ്യൽ പീപ്പിളാണ്, ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഇപ്പോൾ ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെ? 42-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ ചോദിക്കുന്നു, ദൈവമേ നീ എന്നെ മറന്നതെന്ത്? 31-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഡെഡ്നെസ് ആൻഡ് ബ്രോക്കൺനെസ്. പ്രിയരെ, ജീവിതത്തിൽ പലപ്പോഴും നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യമാണ്. അപ്രതീക്ഷിതമായ അനർത്ഥങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന അവസരത്തിൽ ഞാനും നിങ്ങളും അറിയാതെ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ നീ എവിടെ? എന്നാൽ ഈ വേദഭാഗത്ത് കുശവന്റെ വീട്ടിലെ കാഴ്ച ഓർപ്പിക്കുന്നത്, സ്റ്റിൽ യുവർ ഗോഡ് ഈസ് ആക്റ്റീവ്. ഇപ്പോഴും നിന്റെ ദൈവം കർമ്മനിരതനായ ദൈവമാണ്. തൽക്കാലം നീ പരാജയപ്പെട്ടിരിക്കും, ചിലപ്പോൾ കടഭാരം നിന്നെ മൂടുന്നുണ്ടായിരിക്കും, നാളെയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ വളരെയേറെ ആശങ്കയുണ്ടാകുന്നുണ്ടായിരിക്കും, തലമുറകളെക്കുറിച്ചുള്ള ഭാരം വർദ്ധിക്കുന്നുണ്ടായിരിക്കും. ഈ വേദഭാഗം ഇന്ന് രാത്രി ഓർപ്പിക്കുന്നത്, സ്റ്റിൽ യുവർ ഗോഡ് ഈസ് ആക്റ്റീവ്. നിന്നെ അവൻ മറന്നു കളഞ്ഞിട്ടില്ല, നിന്നെ അവൻ പാടെ ഉപേക്ഷിച്ചിട്ടില്ല. ചക്രത്തിന്റെ പിന്നിൽ ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം ഈ കൺവെൻഷൻ നമുക്ക് തരേണ്ടതായിട്ടുള്ള വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു പ്രത്യാശയാണെന്നുള്ളത് ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള സംഗതി.
അതുകൊണ്ട് നിങ്ങളിത് ഓർത്തിരിക്കണം, മനഃപ്പാഠമാക്കണം. ഒന്നാമത്തെ ദൃശ്യം നൽകുന്ന സന്ദേശം കർമ്മനിരതനായ, ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യമാണ് പ്രവാചകന് ദൈവം നൽകുന്നത്. പ്രിയരെ, ഇത് നമ്മെ ഭരിപ്പാൻ ഇടയാകണം. പ്രതിസന്ധികൾ ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധികളില്ലാത്ത ജീവിതമില്ല. എന്നാൽ അവിടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ദൈവവചനം പറയുന്നു, പകല് മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ജനത്തെ വഴി നടത്തുക. അലച്ചിലുകൾ ഉണ്ടായിരുന്നു, ഊഷരതയുണ്ടായിരുന്നു, വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ടായിരുന്നു, ഭക്ഷിപ്പാൻ ആഹാരമില്ലാത്ത ഇടങ്ങളുണ്ടായിരുന്നു, പിറുപിറുപ്പിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു, പിന്നോക്കം പോയാൽ മതിയെന്ന് ചിന്തിച്ചിട്ടുണ്ട്, മരിച്ചുകളാ കൊന്നുകളാ എന്ന് പോലും പറഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവരെ പൊതിഞ്ഞ ഒരു മേഘസ്തംഭവും വഴികാട്ടിയായി തീർന്ന അഗ്നിത്തൂണും ഈ ജനത്തിന് കാവലായി മരുഭൂമിയിൽ അവരെ നടത്തിയ ഒരു ദൈവമുണ്ട്. പ്രിയരെ, സഹനങ്ങളിൽ ദൈവം എവിടെ? ഒറ്റയ്ക്ക് സഹിക്കുന്നവനോട് കൂടെ സഹിക്കുന്നവനായി ഈ ദൈവം. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട അവസരത്തിൽ അവിടെ സിംഹത്തിന്റെ വായ മൂടിയ ഒരു ദൈവമുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്രഹോ തീച്ചൂളയിൽ അവരെ വലിച്ചെറിഞ്ഞ അവസരത്തിൽ രാജാവ് കാണുന്നു, നാലാമതൊരുവനായി അഗ്നിയിലിറങ്ങുന്ന ഒരു ദൈവമുണ്ട്. Where is God when bad things happen? ജീവിതത്തിൽ അശുഭകരമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ വന്നു ഭവിക്കുമ്പോൾ, ദൈവം എവിടെയെന്ന് സംശയിക്കുമ്പോൾ, പരാജയങ്ങൾ ദൈവം കൈവിട്ടുവെന്ന് ചിന്തിക്കുമ്പോൾ, കുശവന്റെ വീട്ടിലെ ഒന്നാമത്തെ ദൃശ്യം നമ്മെ കാണിക്കുന്നത് കർമ്മനിരതനായ ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകൻ 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്നു, ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും നൽകുന്നതായിട്ടുള്ള ഒരു ദൈവമുണ്ട്. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും, എൻ്റെ തിന്മയും ഞാൻ അനുഭവിക്കുന്ന വ്യഥയും എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി പോലും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം ഓർപ്പിക്കുന്നത്, ഗോഡ് ഈസ് വർക്കിംഗ് ഈവൻ ഇഫ് യു ഡോണ്ട് ഫീൽ ഇറ്റ്. ഗോഡ് ഈസ് വർക്കിംഗ് ഈവൻ ഇഫ് യു ഡോണ്ട് സീ ഇറ്റ്. നീ ഒരു പക്ഷേ അറിയുന്നില്ലെങ്കിലും, നീ ഒരു പക്ഷേ കാണുന്നില്ലെങ്കിലും, നിന്റെ ദൃഷ്ടിക്ക് ഗോചരമല്ലെങ്കിലും ദൈവം കർമ്മനിരതന. എന്നെ കൈവിടുന്നില്ല, എന്നെ ഉപേക്ഷിക്കുന്നില്ല. എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ വീഴ്ചയിൽ എന്നോടൊപ്പമുള്ള ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം ഈ കുശവന്റെ വീട്ടിലെ ഒന്നാമത്തെ കാഴ്ചയിലൂടെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന സംഭവങ്ങളിലൂടെ ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയരെ, തിന്മയിലും നമ്മെ മെനയുന്ന ഒരു ദൈവമുണ്ട്. ചില ദുഃഖങ്ങളിൽ, ചില അനർത്ഥങ്ങളിൽ. എനിക്ക് പഴയ നിയമത്തിൽ ഇഷ്ടമുള്ള കഥാപാത്രങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് ഈ ജോസഫ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫ് വളരെയേറെ വൃണതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ബാല്യത്തിൽ തന്നെ സഹോദരന്മാരാൽ വേട്ടയാടപ്പെടുന്നു, ചില്ലറ കാശിന് വിൽക്കപ്പെടുന്നു, പൊട്ടക്കുഴിയിൽ അകപ്പെടുന്നു, അന്യദേശത്ത് അടിമയായിട്ടെത്തുന്നു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു, വളരെയേറെ പ്രലോഭനങ്ങളിൽ മാറി മാറി അകപ്പെടുന്നു. അവസാനം പ്രതാപകാലത്ത് എത്തുമ്പോൾ ബാല്യത്തിൽ തന്നെ വേട്ടയാടിയതായിട്ടുള്ള സഹോദരന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന വേദഭാഗം. ഒരു വാക്യം മാത്രം ഞാൻ പറയാം. 50-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 50:20 ഇപ്രകാരമാണ് പറയുന്നത്. സഹോദരന്മാരോട് ജോസഫ് പറയുന്നു, നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, എന്നാൽ എൻ്റെ ദൈവമോ ഇന്ന് കാണുന്നത് പോലെ
അത് ഗുണമാക്കി തീർത്തുവെന്ന് സാക്ഷ്യം പറയുകയാണ്. Where is God when bad things happen? ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു ദൈവമല്ല. ചക്രത്തിൻ്റെ പിന്നിൽ ഇപ്പോഴും ദൈവമാണെന്നുള്ള ഒരു ബോധ്യം നമ്മെ ഭരിപ്പാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികം എന്ന് പറയുന്ന ഒന്നുമില്ല. നത്തിങ് ഈസ് ആക്സിഡന്റൽ. ചിലപ്പോൾ പറയും യാദൃശ്ചികമില്ല. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും തമ്പുരാന്റെ പദ്ധതിയിലാണ്. ആ ഒരു ബോധ്യം നമ്മെ ഭരിപ്പാനായിട്ട് ഇടയാകണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എവിടെ പോയി ഒളിച്ചാലും അവിടെ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിപ്പാനായിട്ട് ഇടയാകണം. ഗോഡ് മേക്സ് എവറിഥിങ് ബ്യൂട്ടിഫുൾ അറ്റ് ഹിസ് ടൈം. തമ്പുരാൻ എല്ലാത്തിനെ കുറിച്ചും ഒരു നിശ്ചയമുണ്ട് കേട്ടോ. നമുക്ക് പരാജയം എന്ന് തോന്നുന്നതിൻ്റെ പിന്നിലും തമ്പുരാന് ഒരു ഉദ്ദേശമുണ്ട്. അവനെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:8 ഇപ്രകാരം പറയുന്നു, എൻ്റെ വിചാരങ്ങൾ എങ്ങനെയാ? നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ദൈവത്തിന് ഉന്നതമായിട്ടുള്ള വിചാരങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത വഴികളും തമ്പുരാന്റെ കരങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ പ്രവാചകനോട് പറയുന്നു, നീ പ്രവാസത്തിന്റെ പ്രതിസന്ധിയിലാണെങ്കിലും ഇപ്പോഴും കർമ്മനിരതനായ ഒരു ദൈവമുണ്ട് എന്ന് പ്രവാചകനെ ഓർപ്പിക്കുകയാണ്. 2, അച്ചിൽ അമരുന്ന കളിമണ്ണ്. 6-ാം വാക്യത്തിൽ പറയുന്നു, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അപ്പോൾ 1, കർമ്മനിരതനായ കുശവൻ. 2, അച്ചിൽ അമരുന്നതായിട്ടുള്ള കളിമണ്ണ്. കുശവന്റെ ആലയൊക്കെ കണ്ടിട്ടുള്ളവർ, നേരിട്ട് കണ്ടിട്ടുള്ളവർ ഇവിടെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കുശവന്റെ ചക്രത്തിൽ കളിമണ്ണ് വെച്ച് പാത്രം മെനയുന്ന അവസരത്തിൽ ഈ കുശവൻ നന്നായിട്ട് ഈ മണ്ണിനെ കുഴച്ച് അയവ് വരുത്തിയതിന് ശേഷമാണ് ഈ ചക്രത്തിൽ ഇതിനെ വെച്ച് കുശവന്റെ കൈയുടെ മർദ്ദം ഇതിന് നൽകി ഇതിനെ നല്ലൊരു പാത്രമായിട്ട് മെനഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ ഈ കുശവൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ കുശവന്റെ ചക്രത്തിൽ അമരുന്നതായിട്ടുള്ള ഒരു കളിമണ്ണ്. ഇവിടെ പറയുന്നു, കളിമണ്ണ് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നത്, ദൈവജനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വേദഭാഗത്തിലൂടെ, ഈ കാഴ്ചയിലൂടെ പ്രവാചകനെ ഓർപ്പിക്കുന്നതായിട്ടുള്ള സംഗതി, കുശവന്റെ കയ്യിൽ കളിമണ്ണ് എങ്ങനെ അമരുന്നുവോ അതുപോലെ തമ്പുരാന്റെ കരങ്ങളിൽ ഇണങ്ങിയിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം പ്രവാചകനിലൂടെ നൽകുന്നത്. അപ്പോൾ മെനയപ്പെടുന്ന കളിമണ്ണ് എങ്ങനെയായിരിക്കണം എന്ന് ഈ കാഴ്ചയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ശില്പിയുടെ കരങ്ങളിൽ അയഞ്ഞു കൊടുക്കുന്ന ഒരു ഭാവം, രചനാത്മകമായിട്ടുള്ള ഒരു സഹകരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം പഠിക്കുന്ന അവസരത്തിൽ, ദൈവദർശനം ഉണ്ടാകുന്ന അവസരത്തിൽ യെശയ്യാവിനോട് ചോദിക്കുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? അവിടെ പറയുന്നു, അടിയനിതാ, ഹിയർ ഐ ആം, അടിയനെ അയക്കണമേ എന്ന് പറയുകയാണ്. പ്രിയരെ, കുശവന്റെ കരങ്ങളിൽ അമരുന്ന കളിമണ്ണിന് മാത്രമേ നല്ല പാത്രമായിട്ട് പുറത്തു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ശില്പിയുടെ കയ്യിൽ കുതറുന്ന മണ്ണിന് ചാരുതയുള്ള പാത്രമായിട്ട് പുറത്തു വരുവാനായിട്ട് സാധിക്കുകയില്ല. ഇതിൻ്റെ രൂപഭംഗി നിശ്ചയിക്കുന്നതിൽ ഈ കുശവന്റെ കയ്യിൽ ഇണങ്ങിയിരിക്കുവാൻ, കുശവന്റെ വിരൽ നൽകുന്നതായിട്ടുള്ള മർദ്ദം സ്വീകരിപ്പാൻ സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റ് തേടി ചെല്ലുന്ന അവസരത്തിൽ ഡോക്ടേഴ്സ് ഇഞ്ചക്ഷനൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റർ ഇഞ്ചക്ഷൻ തരുന്ന അവസരത്തിൽ പറയും, എന്ത് പറയും? ഒന്നും പറയത്തില്ലേ? അതായത് അധികം ബലം പിടിക്കരുത്,
റിലീസ് ചെയ്യാനായിട്ട് ഈ മസിൽ പിടിക്കരുത് എന്ന് പറയാറ്. ഈ മസിൽ പിടിച്ചാൽ മരുന്ന് പോലും കയറത്തില്ല. ഇന്ന് നമുക്ക് ഈ മസിലിൻ്റെ ഒരു ലോകത്താണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. മണി പവർ, മസിൽ പവർ, മറ്റോരോരോ പവർ ഇങ്ങനെ എക്സസൈസ് ചെയ്യുക. നിന്റെ പവർ കൊണ്ടൊന്നും ഒരു രൂപഭംഗി വരുത്തുവാൻ സാധിക്കുകയില്ല. ഇവിടെ പറയുന്നു, അയഞ്ഞു കൊടുക്കുന്ന മണ്ണിന് മാത്രമേ രൂപഭംഗി കൈവരിക്കുവാൻ കുശവന്റെ ചക്രത്തിൽ സാധിക്കുകയുള്ളൂ. പ്രിയരെ, ദൈവം നമ്മെ മെനയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമുക്ക് രൂപഭംഗി നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മെച്ചമായ പാത്രമാണ് കുശവന്റെ മനസ്സിലുള്ള പ്രതീക്ഷ. അയഞ്ഞു കൊടുക്കാൻ മനസ്സുണ്ടോ? തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടോ? പലപ്പോഴും നമ്മളുടെ ചില ബലങ്ങളാണ് ഇന്ന് നമ്മളുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത്. ചില ബലങ്ങളെക്കുറിച്ചുള്ള അമിതമായ ചിന്ത, അത് നൽകുന്നതായിട്ടുള്ള ചില അഹങ്കാരഭാവം, അത് നിന്റെ തകർച്ചയ്ക്ക് മുഖാന്തരമാകുമെന്നുള്ളതിന് സംശയമില്ലാത്തതായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ദൃശ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്, കുശവന്റെ കയ്യിൽ കളിമണ്ണ് എങ്ങനെ അമരുന്നുവോ അതുപോലെ ശില്പിയാം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ വിസ്മയകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ നമ്മിൽ ഉരുവാക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും എന്നുള്ളതിന് സംശയമില്ലാത്ത സംഗതിയാണ്. ഈ ഒരു സമ്മർദ്ദത്തിൽ കൂടി കടത്തിവിട്ടെങ്കിലേ നല്ല പാത്രമാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയും, സഹനങ്ങൾ നമ്മെ ദൃഢപ്പെടുത്താനാണ്. ചില സഹനങ്ങൾ നമ്മെ കരുത്തുള്ളവരാക്കാനാണ്. ചില പ്രതിസന്ധികൾ നമ്മെ വിശേഷ ശോഭയുള്ളവരാക്കാനാണ്. അതിൽ കൂടിയും ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും. ശൗല് പൗലോസാകുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവിക ദർശനം ലഭിക്കുന്നതായിട്ടുള്ള ശൗൽ അതുവരെ ക്രിസ്തുമാർഗക്കാരായിട്ടുള്ളവരെ പീഡിപ്പിച്ച് കൊലയും പീഡനവും ഒക്കെ വിശ്വസിച്ച് നടക്കുന്നതായിട്ടുള്ള ഒരു ജീവിതശൈലി. ദമസ്കോസിന്റെ പടിവാതിക്കൽ ദർശനം ലഭിക്കുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ശൗലിന്റെ കണ്ണിന്റെ കാഴ്ച പോയി, റോഡിൽ അവൻ വീഴുകയാണ്, അന്ധനായി. അവിടെ വെച്ചാണ് ചോദിക്കുന്നത്, നീ ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശു ക്രിസ്തുവാകുന്നു. പ്രതാപശാലിയായി കാഴ്ചയുള്ള നാളുകളിൽ ശൗലിന് ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അവന്റെ കണ്ണിന്റെ തിമിരത്തിന്റെ അവസരത്തിലാണ് അവൻ ക്രിസ്തുവിനെ കാണുവാനായിട്ടിടയാകുന്നത്. പ്രിയരെ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ചില പുത്തൻ വെളിച്ചം നമുക്ക് നൽകും. ഒന്നുകൂടി ദൈവത്തെ ഒന്ന് അറിയുവാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ താണിരുപ്പാൻ, കർത്താവിന്റെ കരബലം ഒന്ന് അനുഭവിപ്പാൻ ചില പ്രതിസന്ധികൾ നമ്മെ സഹായിക്കും. ചിലപ്പോൾ ചോദിക്കും, എനിക്കെന്താ ഇങ്ങനെ, എന്താ ഇത്ര റെയറായിട്ടുള്ള ഒരു രോഗം എനിക്ക്, എന്തുകൊണ്ടാ എൻ്റെ കുടുംബത്തിൽ കണ്ണുനീർ മാറാത്തത്? സ്റ്റിൽ ഹി ഹാസ് എ പ്ലാൻ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ നിനക്ക് ചില സമ്മർദ്ദങ്ങൾ വേദനയായിട്ട് അനുഭവപ്പെടുന്നെങ്കിലും തമ്പുരാന്റെ കരങ്ങളിലേക്ക് കുതറാതെ സമർപ്പിപ്പാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതിനെ നിന്നിൽ മെനയുവാൻ, നിന്റെ കുടുംബത്തിൽ മെനയുവാൻ, നിന്റെ തലമുറയിൽ മെനയുവാൻ ഈ ദൈവം ഇന്നും ശക്തനും മതിയായവനുമാണ്. രണ്ടാമത്തെ കാഴ്ച നൽകുന്ന ബലം അതാണ്. കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കണം. മത്തീസൻ എന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇപ്രകാരം കേട്ടിട്ടുണ്ട്. പ്രണയഗാനങ്ങൾ എഴുതി നടന്നതായിട്ടുള്ള മനുഷ്യനാണ്. 20-ാം വയസ്സിൽ അദ്ദേഹം അന്ധനായിട്ട് മാറുന്നു. ഇതിനു മുമ്പ് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു. എന്നാൽ പൂർണ്ണ അന്ധതയിലേക്ക് ഇദ്ദേഹം ഇങ്ങനെ ആരോഗ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ചിരുന്ന കൂട്ടുകാരി വിട്ടുപോയി. പിരിയാത്ത സ്നേഹത്തെക്കുറിച്ച് അവൻ ധ്യാനിച്ചു. ആ പിരിയാത്ത സ്നേഹം കണ്ടെത്തിയത് ക്രിസ്തുവിലാണ്.
അന്ന് മുതൽ അവൻ ഭക്തിഗാനങ്ങൾ എഴുതാൻ തുടങ്ങി. മത്തീസൻ അറിയപ്പെടുന്ന ഒരു ഭക്തിഗാനത്തിൻ്റെ രചയിതാവായിട്ട് മാറി. നാളുകൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു വാചകം ഇപ്രകാരമുണ്ട്: ദൈവമേ, എൻ്റെ പ്രണയത്തിൻ്റെ ചില്ല് നീ ഉടച്ചതിനാൽ സ്തോത്രം. നിന്നെ കാണുവാൻ, നിനക്കു വേണ്ടി പാടുവാൻ, നിനക്കു വേണ്ടി എഴുതുവാൻ എന്നെ സഹായിച്ചതിനാൽ സ്തോത്രം. പ്രിയരെ, ജീവിതത്തിൽ മൂല്യമെന്ന് നമ്മൾ കരുതിയിരുന്ന പലതും ഒരുപക്ഷെ ആരോഗ്യമായിരിക്കാം, സമ്പത്തായിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം, ചില അധികാരങ്ങളായിരിക്കാം. പരാജയപ്പെട്ടു പോകുന്ന ഇടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഈ സമ്മർദ്ദം എന്നെ കൂടുതൽ ദൃഢപ്പെടുത്തുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിപ്പാനിടയാകണം. യോബിൻ്റെ പുസ്തകം ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന ഒരു പുസ്തകമാണ്. 42-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവമേ, ഇതുവരെ ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. അടുത്ത വാക്ക്: ഇപ്പോഴോ എൻ്റെ കണ്ണാലെ ഞാൻ കാണുന്നു. എപ്പോഴാണ് കാണുന്നത്? 42 അധ്യായങ്ങൾ പിന്നിടുകയാണ്. 42-ആണ് ഇതിൻ്റെ അവസാന അധ്യായം. എത്രയോ സഹനങ്ങളിലൂടെ കടന്നുപോയി, എത്രയോ പ്രതാപശാലിയായിരുന്നു ആരംഭത്തിൽ. എന്നാൽ ഇപ്പോൾ പറയുന്നു, ഇത്രയും നാള് കേൾവി മാത്രമേ ഉള്ളായിരുന്നു. ഈ പ്രതിസന്ധികളാണ്, അനർത്ഥങ്ങൾ അഗ്നിമഴ പോലെ ജീവിതത്തിൽ പെയ്തിറങ്ങിയതാണ് എൻ്റെ ദൈവത്തെ എൻ്റെ കണ്ണാൽ കാണുവാൻ എന്നെ പര്യാപ്തമാക്കി തീർത്ത സംഗതി. പ്രിയരെ, അച്ചിലമരുന്ന കളിമണ്ണിന് എത്രയോ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കാനുണ്ട്. കുശവന്റെ കരങ്ങളിലാണ്. ചില സമ്മർദ്ദങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്നെ തകർക്കാനല്ല, പിന്നെയോ എന്നെ രൂപപ്പെടുത്താനാണ്. നമുക്കറിയാം, ഈ മൺപാത്രങ്ങളുടെയൊക്കെ രൂപപ്പെടലിൽ കുശവന്റെ കരങ്ങളുടെ മർദ്ദം പോലെ തന്നെ തീച്ചൂളയിലൂടെ കടത്തിവിട്ടാണ് ഇതിനെ കൂടുതൽ ഉറപ്പുള്ളതാക്കി തീർക്കുന്നത്. ഈ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടത്തിവിടുമ്പോൾ പാത്രത്തെ കരിച്ചു കളയാനല്ല, പിന്നെയോ കൂടുതൽ ശോഭയുള്ളതും ദൃഢതയുള്ളതുമാക്കി തീർക്കാനാണ്. ഇംഗ്ലണ്ടിലെ ജോർജ് 5-ാമൻ രാജാവ് ഒരിക്കലൊരു കുശവന്റെ ഫാക്ടറി സന്ദർശിക്കുവാനായിട്ട് പോയി. 2 വിശേഷപ്പെട്ട പൂപ്പാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കെയർ ടേക്കർ അതിനെക്കുറിച്ച് ഇപ്രകാരം വിശദീകരിച്ചു: ഈ 2 പാത്രങ്ങളിൽ ഒന്ന് തിളക്കമുള്ള പാത്രമാണ്, മറ്റേ പാത്രം മങ്ങിപ്പോയ പാത്രമാണ്. അപ്പോൾ അവിടെ നിന്നതായിട്ടുള്ള മനുഷ്യൻ കാര്യം തിരക്കിയപ്പോൾ ഉത്തരമായി പറഞ്ഞു: one had taken the fire and the other had not. ഒന്ന് തീച്ചൂളയെ ഭംഗിയായിട്ടങ്ങ് സ്വീകരിച്ചു, മറ്റേത് അപ്രകാരം ചെയ്തില്ല. തീച്ചൂളയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ അതിനെ വെന്തിറങ്ങുവാനായിട്ട് സാധിച്ചു. പ്രിയരെ, പൊൻപാത്രമാകണമെങ്കിൽ വെന്തിറങ്ങണം. വിശേഷ ശോഭയുള്ളതാകണമെങ്കിൽ നിന്റെ സഹനത്തിന് ഒരു സ്ഥാനമുണ്ട്. ഈ കുശവന്റെ കയ്യിൽ അമരുന്ന കളിമണ്ണായിട്ട് തീരുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതി. 3-ാമത്തെ ദൃശ്യം, 4-ാമത്തെ വാക്യം വായിക്കുന്ന അവസരത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. 3-ാമത്തെ ദൃശ്യം അതാണ്. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. പോസിബിലിറ്റി ഓഫ് ബ്രേക്കിംഗ്, ഉടയാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് 3-ാമത്തെ ദൃശ്യം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നിസ്സാരതയെ സൂചിപ്പിക്കുന്ന ദൃശ്യമാണ്. നല്ല പാത്രമൊക്കെയാണ്, ഇരിക്കുന്നത് കുശവന്റെ കയ്യിലാണ്. പക്ഷേ കുശവന്റെ കയ്യിൽ ഇരിക്കെ തന്നെ എന്ത് സംഭവിച്ചു? ചീത്തയായിപ്പോയി. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാഴ്ച. ഉടയുവാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് ഈ ദൃശ്യം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ദ ഫ്രജൈൽ നേച്ചർ ഓഫ് ദ ക്ലേ ജാർ, ദ ഫ്രജൈൽ നേച്ചർ, ഹ്യൂമൻ വൾണറബിലിറ്റി എന്നൊക്കെ
അതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. പലപ്പോഴും കരുത്തെന്ന് കരുതുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പല കാരണങ്ങളാൽ കരുത്തുള്ളവരെന്ന് നമ്മൾ വിചാരിക്കും. ആരോഗ്യവും സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളും ഈ വേദഭാഗം ഓർപ്പിക്കുന്നു. സ്റ്റിൽ തകരാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്ഥായി എന്ന് കരുതുന്ന പലതിനും ഒരു അസ്ഥിരഭാവമുണ്ടെന്നുള്ളത് ഓർത്തിരിപ്പാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. പ്രവാസം അതിനൊരു ഉദാഹരണമാണ്. ഇവർക്കൊരു സ്വകാര്യ അഹന്തയുണ്ടായിരുന്നു. ഇവർ ദൈവത്തിൻ്റെ ജനമാണ്, സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തുന്നില്ല എന്നുള്ള സ്വകാര്യ അഹന്തയിൽ ജീവിച്ച ഒരു ജനതയാണ്. ഇപ്പോൾ പറയുന്നു ദൈവം പോലും കൈവിട്ടു. ഉടയുവാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രസംഗിക്കുന്ന ഗീവർഗീസ് അച്ഛനും എന്നെ കേൾക്കുന്ന ദൈവജനവും ഈ കൂടാരത്തിൽ വീണ്ടും തിരിച്ചറിയണം. വീഴാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയരെ, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, സന്തോഷമുണ്ട്, സന്താപമുണ്ട്, വിജയമുണ്ട്, പരാജയമുണ്ട്. എല്ലാ മനുഷ്യനും ഇത് അഭിമുഖീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട്, ലൈഫ് ഈസ് നോട്ട് ലീനിയർ ഓൾവേസ്. ജീവിതം എപ്പോഴും ഒരു നേർരേഖയിൽ ഇങ്ങനെ പോകില്ല. സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, ആനയ്ക്ക് തടിഭാരം, വെണ്ണിക്കുളത്ത് എങ്ങനെയാ പറയുന്നത്, ഉറുമ്പിന് അരിഭാരം. എല്ലാ മനുഷ്യനും അവനവൻ്റെ സങ്കടങ്ങളുണ്ടല്ലേ? സങ്കടങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് യാതൊരു സങ്കടമില്ല. ഇതൊന്ന് എപ്പോൾ തീരുമെന്നുള്ള ഒരു സങ്കടം മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. ഓരോ സങ്കടവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഒന്ന് കണ്ടിട്ടേ പോകാവുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ കാണാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. പ്രിയരെ, എല്ലാ മനുഷ്യനും ജീവിതത്തിൽ സങ്കടങ്ങളുണ്ട്. ദുഃഖങ്ങളില്ലാത്തവരാരുമില്ല. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന നാളുകളിൽ ഞാൻ ചിന്തിച്ചു, ഈ അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ ഒരു സങ്കടവും ഇല്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് അല്ല അച്ഛനായി കേട്ടോ. ഒരു വിദ്യാർത്ഥിയായ നാളുകളിൽ എൻ്റെ സ്ഥലം സാം ടി പണിക്കർ അച്ഛൻ പറഞ്ഞു ഞക്കനാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അടുത്തടുത്ത് 4 മാർത്തോമ പള്ളികളുണ്ട്: കാപ്പിൽ, ഞക്കനാൽ, കൊറ്റമ്പള്ളി, ഇലിപ്പക്കുളം. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ 4 പള്ളിക്കും കൂടി ഒരച്ഛനാണ് ചുമതല. മാസത്തിലൊന്നാണ് ഞങ്ങളുടെ പള്ളിക്ക് മാത്രമായിട്ട് അച്ഛനെ കിട്ടുന്നത്. അതുകൊണ്ട് അതിനോടടുത്തുള്ള വീക്കെൻഡ്, ഒരു പക്ഷേ വ്യാഴം അല്ലെങ്കിൽ വെള്ളി, ശനി, ഞായർ, ആ ദിവസങ്ങളെല്ലാം അച്ഛൻ കൂടുതൽ അവൈലബിൾ ആകുന്നത് എവിടെയാണോ കുർബാന ആ പള്ളിയിലായിരിക്കും. അപ്പോൾ അച്ഛൻ ഭവന സന്ദർശനത്തിനൊക്കെ പോകുന്ന അവസരത്തിൽ ആരെയും വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങളെയും കൂടി ചില അവസരങ്ങളിലൊക്കെ കൂട്ടാറുണ്ട്. ഇങ്ങനെ പോകാൻ ഇഷ്ടമുള്ള ചുരുക്കം ചില വിദ്യാർത്ഥികൾ, അവരിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ പോകാനുള്ള ഒരു ഉത്സാഹം നിങ്ങൾ വിചാരിക്കരുത് പണ്ടേ ഈ ഹൗസ് വിസിറ്റ് എനിക്ക് ഇഷ്ടമായിരുന്ന ഒരാൾ, അങ്ങനല്ല. അച്ഛൻ അന്ന് ഈ SD-യുടെ ഒരു ബൈക്കുണ്ട്, വികാരി അച്ഛൻ. അപ്പോൾ ഈ SD-യുടെ ബൈക്കിൽ ഞങ്ങളെയും കൂടി ഇരുത്തി ഈ ജംഗ്ഷനിൽ കൂടെ പോകുമ്പോൾ 4 ആൾ കാണുമ്പോൾ നമുക്കൊരു ഗമ. 2 ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ അച്ഛനൊരു സ്വീകരണമുണ്ട്, അതിലൊരു പങ്ക് ഈ കൂടെ ചെല്ലുന്നവർക്കുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ച സംഗതി അതല്ല. എന്നാൽ ഓരോ ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ അച്ഛന് ചില പ്രിഫറൻസ് ഉണ്ട്. അച്ഛൻ ആദ്യം പോകുന്നത് സങ്കടത്തിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ്. ഒരു പക്ഷേ ഒരു രോഗം അല്ലെങ്കിൽ ഒരു കടഭാരം, മക്കളെക്കുറിച്ചുള്ള വ്യഥ, ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ആദ്യം ഓടിയെത്താൻ ശ്രമിക്കും. അവിടെ ചെല്ലുന്നതായിട്ടുള്ള അവസരത്തിൽ അവരുടെ ഭാരങ്ങൾ, സങ്കടങ്ങൾ ഇടവക പട്ടക്കാരനോട് പറയും. ശ്രദ്ധയോടെ അച്ഛനിതിങ്ങനെ കേട്ടിരിക്കുക. ചിലപ്പോൾ ഒരു വാക്ക് പോലും മറുപടി പറയത്തില്ല. എല്ലാം കേട്ട് സംഗ്രഹിച്ച് ചിലപ്പോൾ മറുപടി, ചിലപ്പോൾ മൗനം. അതിനുശേഷം അച്ഛൻ ഇവരുടെ ഭാരം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ കണ്ണുകൾക്ക് വിസ്മയമായി ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതുവരെ
കണ്ണീരോടെ സങ്കടം പങ്കുവെച്ചവരുടെ മുഖത്ത് എന്തോ ഒരാശ്വാസം. എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. എന്തോ ഒരാശ്വാസം. പ്രശ്നങ്ങളൊന്നും മാറിയില്ല. അച്ഛൻ അവരുടെ സങ്കടം കേട്ട് പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു തെളിച്ചം പലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ കരുതിയ ഒരു സംഗതിയാണ്, ഏത് സങ്കടപ്പെട്ട വീട്ടിലും ചെന്ന് പോട്ടെ സാരമില്ല എന്ന് പറയുന്ന ഈ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടവും ഇല്ല എന്ന് അന്ന് ഞാൻ കരുതി. പ്രിയരെ, 25 വർഷങ്ങൾ ഈ സഭയിൽ ശുശ്രൂഷയിലായിരിക്കാൻ തമ്പുരാൻ എന്നെയും സഹായിച്ചു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അവസരത്തിൽ അനർത്ഥങ്ങൾ ഇല്ലാത്തതല്ല എൻ്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. എനിക്കെൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്, കടന്നു പോകുന്ന വ്യഥകളുണ്ട്, ചിലപ്പോൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നെ വ്യത്യസ്തനാക്കുന്നത്, എൻ്റെ ആത്മീയതയും ഭക്തിയും എന്നെ വ്യത്യസ്തനാക്കുന്നത് ഏടാകൂടങ്ങളും അനർത്ഥങ്ങളും ജീവിതത്തിൽ ഇല്ല എന്നല്ല, മറിച്ച് ഞാൻ അറിയുന്നു അവയുടെ മധ്യത്തിലും ഞാൻ ആരുടെ കരങ്ങളില്ല? എൻ്റെ തമ്പുരാൻ്റെ കരങ്ങളില്ല. എന്തിനാ ഭക്തി? എന്തിനാ പ്രാർത്ഥന? എന്തിനാ കൺവെൻഷൻ? 102 വർഷം വചനമാരി വിതറിയ വചനകൂടാരത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ദുഃഖങ്ങൾ അകറ്റാനല്ല പ്രിയരെ ഭക്തി. ദുഃഖങ്ങൾക്ക് വേലി കെട്ടി അതിർത്തി നിശ്ചയിച്ച് മാറ്റി നിർത്താനല്ല ആത്മീകത. എൻ്റെ സങ്കടങ്ങളിൽ ഞാൻ ഏകനല്ല. ഉടയാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ ഉടയുമ്പോഴും ഞാൻ ഉടയവന്റെ കയ്യിലാണെന്നുള്ള ബോധ്യം, അത് നമ്മെ ഭരിപ്പാനായിട്ട് ഇടയായിട്ട് തീരണം. മൂന്നാമത്തെ ദൃശ്യം ഓർപ്പിക്കുന്ന അതാണ്. കുശവന്റെ കയ്യിലിരിക്കെ തന്നെ ഈ പാത്രം ചീത്തയായി പോയി എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയരെ, ഇന്ന് ലഹരിയുടെയും ഉന്മാദങ്ങളുടെയൊക്കെ ഒരു ലോകത്തിലാണ്. എല്ലാം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിതം സുഖമെന്ന് കരുതി മുന്നോട്ട് പോവുക. ഈ കാഴ്ച ഓർപ്പിക്കുന്നു വീഴാൻ സാധ്യതയുള്ളൊരു ലോകത്താണ്. അതിനെ തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് യഥാർത്ഥ ഭക്തി. ഉടയാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ഭക്തി. അതുകൊണ്ട് ആ വേദവാക്യം ഓർപ്പിക്കുന്നു, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. ആ ഒരു വലിയ ജാഗ്രത വേണം കേട്ടോ, ജാഗ്രത. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഒരു വിശേഷ ശോഭയുള്ള ഒരു ബിംബത്തെക്കുറിച്ചുള്ള ചിത്രീകരണമുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വിശേഷ ശോഭയുള്ള ഒരു ബിംബമാണ്, വലിപ്പമേറിയതാണ്. അതിൻ്റെ വിവരണത്തെക്കുറിച്ച് പറയുന്നു, തല തങ്കം കൊണ്ടാണ്, നെഞ്ചും കൈയും വെള്ളി കൊണ്ടാണ്, വയറുമരയും താമ്രം കൊണ്ടാണ്, കാല് പകുതി ഇരുമ്പ് കൊണ്ട്, അടുത്ത പകുതി കളിമണ്ണ് കൊണ്ടുമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, രാജാവ് നോക്കി നിൽക്കെ, നെബൂഖദ്നേസർ നോക്കി നിൽക്കെ, എവിടെ നിന്നെന്നറിയാതെ കൈതൊടാത്ത ഒരു കല്ല് വന്ന് വിശേഷ ശോഭയുള്ള വലിപ്പമുള്ള ഈ ബിംബത്തിന്റെ മൺപാദത്തിൽ അടിക്കുകയാണ്. തകർന്നുപോയി. വലിപ്പം ഭീമാകാരമായിരുന്നു. പ്രത്യേകിച്ച് അതിനെ ക്വാളിഫൈ ചെയ്യുന്നത് വിശേഷ ശോഭയുള്ളതായിരുന്നു. ഇന്ന് പലരും വലിപ്പത്തിലും ഇങ്ങനെ വിശേഷ ശോഭയിലുമൊക്കെ പുറം ലോകത്തെ കാണിച്ച് മുന്നോട്ട് പോവുക. ഓർത്തിരിക്കണം, എല്ലാവരിലും ഒരു മൺപാദമുണ്ട്. ഉടയാൻ സാധ്യതയുള്ള ഒരു ഇടം എല്ലാവരിലും ഉണ്ട് കേട്ടോ. വളരെ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, കരുതലോടെ ജീവിക്കേണ്ടതിനെ അത് ഓർപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഉടയുവാൻ സാധ്യതയുണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിപ്പാനായിട്ട് ഇടയായിട്ട് തീരണം. 4-ാമത്തെ ദൃശ്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. പ്രിയരെ, ഇത് ഉടഞ്ഞുപോയി എന്ന് പറഞ്ഞ് നിർത്തുകയല്ല 4-ാമത്തെ വാക്യം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. ആ വാക്യം അവസാനിക്കുന്നില്ല. ബാക്കി എങ്ങനെയാ പറയുന്നേ? എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. 4-ാമത്തെ ദൃശ്യം ഉടച്ചു വാർക്കുന്ന ശില്പിയെ കുറിച്ചുള്ളതാണ്. ഉടഞ്ഞതിനെ പാടെ ഉപേക്ഷിക്കുകയല്ല, ഉടഞ്ഞതിന് വീണ്ടും അവസരം നൽകുന്ന, ഉടച്ചു വാർക്കുന്ന.
എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. എൻ്റെ ദൈവം രണ്ടാം ഊഴത്തിൻ്റെ ദൈവമാണ്. ദിസ് ഈസ് ദ മെസ്സേജ് ഓഫ് ഹോപ്പ് ആൻഡ് റെസ്റ്റോറേഷൻ. പ്രതീക്ഷയുടെ ഒരു വലിയ സന്ദേശമാണ് ഈ നാലാമത്തെ ദൃശ്യം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. പ്രിയരെ, നീ തമ്പുരാന്റെ കരങ്ങളിലാണെങ്കിൽ ഉടഞ്ഞതിനും ഒരിടമുണ്ടെന്നുള്ളത് ഓർത്തിരിക്കണം. വല്ലാതെ തകർന്നു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ പുനർനിർമ്മിതിക്കായി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, മനുഷ്യന്റെ പരിഗണനയിൽ ഉടഞ്ഞതിനും വക്ക് പൊട്ടിയതിനൊക്കെ എവിടെയാ സ്ഥാനം? എവിടാ? ഷോക്കേസിലോ? ഇല്ല. ഷോക്കേസിൽ വെച്ചേക്കുന്നതൊക്കെ എങ്ങനെയുള്ളതാ? തിളക്കമുള്ളതും വിശേഷ ശോഭയുള്ളതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവകൃപയാൽ വർഷങ്ങളായിട്ട് അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഒന്നും അതിനെ ഉപയോഗിച്ചിട്ടില്ല. ആട്ടെ, ഒന്ന് പിടിയൊടിഞ്ഞാലോ വക്ക് പൊട്ടിയാലോ ഒക്കെ പിന്നെ അത് ഷോക്കേസിൽ വെക്കൂ. നമ്മുടെ കണക്കനുസരിച്ച് ഉടഞ്ഞതും മുറിഞ്ഞതുമൊക്കെ പുറത്താണ് കളയുന്നത്. പിന്നെ അതിന് വീട്ടിലോ വിശിഷ്ട ഇടങ്ങളിലോ അതിനൊരു സ്ഥാനമില്ല. എന്നാൽ ഈ വേദഭാഗം ഓർപ്പിക്കുന്നു, തമ്പുരാന്റെ കരങ്ങളിൽ ഉടഞ്ഞതിനും സ്ഥാനമുണ്ട്. നീ വല്ലാതെ ഉലഞ്ഞിട്ടുണ്ടെങ്കിൽ, വല്ലാതെ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇപ്പോഴും ഒരു സ്ഥാനം ആരുടെ കരങ്ങളിലുണ്ട്? ദൈവം തമ്പുരാന്റെ കരങ്ങളിലുണ്ട്. പൂർണ്ണമായും ഉപേക്ഷിക്കാമായിരുന്നതിനെ പുനഃസൃഷ്ടി ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചയാണ് ഈ നാലാമത്തെ കാഴ്ച നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. മനുഷ്യനെ പുതുതാക്കുവാൻ പ്രിയരെ തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. പി ജി ജോർജ് ഓർപ്പിച്ച ഒരു വാചകമുണ്ട്. എന്തിനായിരുന്നു കൺവെൻഷൻ? 102 വർഷത്തെ പാരമ്പര്യം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഓർമ്മകൾ അയവിറത്ത് പി ജി ജോർജ് പറഞ്ഞു, ഈ പന്തൽ മാനസാന്തരത്തിന്റെ ഇടമായിരുന്നു, അനേകരുടെ തിരിച്ചുവരവിന്റെ ഇടമായിരുന്നു വെണ്ണിക്കുളം മഹായോഗത്തിന്റെ ഈ വചന കൂടാരം. നമ്മെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇടറിപ്പോയി ഉടഞ്ഞുപോയി എന്ന് കരുതുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ ഈ വചനകൂടാരത്തിലോ ശബ്ദബീജിയിൽ എവിടെയെങ്കിലുമോ ഇന്നെന്നെ ശ്രവിക്കുന്നെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു, നിന്നെ റീമേക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഉടയവനുണ്ട്. നിന്നെ ഉപേക്ഷിച്ച് കളയുന്നില്ല. ലോകം മുഴുവൻ നിന്നെ അകറ്റി നിർത്തിയാലും, പെറ്റമ്മ പോലും നിന്നെ തള്ളിക്കളഞ്ഞാലും, നിന്നെ ഉപേക്ഷിക്കാതെ പുനഃസൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഉടയവനായ ശില്പിയായ ഒരു ദൈവമുണ്ടെന്നുള്ളത് ഓർത്തിരിപ്പാനായിട്ടിടയായി തീരണം. നാലാമത്തെ ദൃശ്യം പറയുന്നു, എ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. നമ്മെ പുനഃസ്ഥാപിക്കുന്ന, ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്നെ അതിലേക്ക് പുനഃസ്ഥാപിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, എന്തിനാ ഈ വാർഷിക കൺവെൻഷനൊക്കെ? നമ്മളെല്ലാവരും ഇടറിപ്പോവാൻ സാധ്യതയുള്ള ജീവിതങ്ങളാണ്. തെറ്റിപ്പോയിട്ടുണ്ടാകാം. നമുക്ക് ധ്യാനിക്കാം, മനഃപൂർവ്വമായി ധ്യാനിക്കാം. സ്വന്തം ജീവിതത്തിലേക്ക്, ഗതകാല അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇടറി വീണ ഇടങ്ങൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് പുനഃസൃഷ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. എവിടെങ്കിലും പൊട്ടലുകളുണ്ടെങ്കിൽ, ബന്ധങ്ങളിൽ ചില പോറലുകളോ വിള്ളലുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുനഃസൃഷ്ടി ചെയ്യുവാൻ, വീണ്ടും കൂട്ടിയോജിപ്പിക്കുവാൻ, നിന്നെ ഒരു മാനപാത്രമാക്കുവാൻ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ വീണ്ടും പുനഃസൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നീ എന്നെ ഒന്ന് മെനയണം, നീ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. കൺവെൻഷന്റെ ആത്യന്തികമായ ലക്ഷ്യം, എത്ര പാടിയാലും ആര് പ്രസംഗിച്ചാലും, കർത്താവേ, നീ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ പന്തലിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ 2026 നിനക്ക് അനുഗ്രഹമായി എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്തതായിട്ടുള്ള സംഗതിയാണ്. ഒരു ജാപ്പനീസ് ആർട്ട് ഇപ്രകാരമുണ്ട്, അത് പറഞ്ഞ് ഞാൻ നിർത്തുക. അതിൻ്റെ പേര് കിൻസുഗി എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, ജപ്പാൻ കലാരൂപമാണ്. ഈ കിൻസുഗിയുടെ പ്രത്യേകത, പൊട്ടിപ്പോയതായിട്ടുള്ള മൺപാത്രങ്ങളും ചായക്കോപ്പുകളുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ഈ മരക്കറയും പശയും ചില ലോഹ പദാർത്ഥങ്ങളും ഒക്കെ ചേർത്ത്
നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്ന ഒരു കലാരൂപമാണ്, ജാപ്പനീസ് ആർട്ടാണ്. ഇപ്രകാരം ഒട്ടിച്ചെടുക്കുന്നതായിട്ടുള്ള ഈ പാത്രത്തിനൊരു വിശേഷ ശോഭയുണ്ട്. എറിഞ്ഞു കളയാമായിരുന്നതിനെ, പൊട്ടിയതിലൂടെ അഴക് പോയതിനെ വീണ്ടും പുനഃസൃഷ്ടി ചെയ്യുന്ന കിൻസുഗി ആർട്ടിസ്റ്റിനോട് ചോദിച്ചാൽ പറയും, നിന്റെ കുറവുകളെ, നിന്റെ വിള്ളലുകളെ, ചില ചിഹ്നലുകളെ വീണ്ടും അഴകുള്ളതാക്കി തീർക്കുവാൻ സാധിക്കും. ഇവിടെ ഇതാ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. ഒരു കുഞ്ഞു വാചകം കൂടി ഞാൻ ഈ വാക്യത്തിൽ നിന്ന് വിശദീകരിക്കട്ടെ. 4-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, കുശവൻ എങ്ങനെ അതിനെ രൂപപ്പെടുത്തിയത്? കുശവൻ തനിക്ക് തോന്നിയതുപോലെ. ആർക്ക് തോന്നിയതുപോലെ? ഉടയവന് തോന്നിയതുപോലെ. നമ്മൾ ചിലപ്പോഴും ആഗ്രഹിക്കും, എന്നെ ഇന്ന രീതിയിൽ അങ്ങ് ആക്കിയിരുന്നെങ്കിൽ. ആരുടെ ഡിസൈനാ നിന്റെ ജീവിതത്തിന് അനുഗ്രഹമെന്നറിയാമോ? ഉടയവന്റെ ഡിസൈനാ ജീവിതത്തിന് അനുഗ്രഹം. നമുക്ക് പല പ്രതീക്ഷകളുണ്ട്. 2026 കുറിച്ച് പല സ്വപ്നങ്ങളുണ്ട്. ഈ വേദഭാഗം പറയുന്നു, നിന്നെ റീമേക്ക് ചെയ്യുന്ന, പുനഃസൃഷ്ടി ചെയ്യുന്ന, ശോഭയുള്ളതാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ബട്ട് ഇൻ ഹിസ് ഡിസൈൻ. തമ്പുരാന്റെ മനസ്സിനിണങ്ങിയ പാത്രമാകുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിന്റെ മനസ്സിനിണങ്ങിയ, നിന്റെ ഹിതത്തിന് രൂപപ്പെടുന്ന നല്ലൊരു പാത്രമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് ജീസസ് ബ്രാൻഡ് എന്നുള്ള ഒരു വാക്കാണ്. ജീസസ് ബ്രാൻഡ്. ഏത് ബ്രാൻഡിലാണ് നീ രൂപപ്പെടേണ്ടത്? ഇന്നെല്ലാം ബ്രാൻഡ് കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു ഷർട്ട് എടുക്കണമെങ്കിൽ അതിനൊരു ബ്രാൻഡുണ്ട്. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എടുക്കണമെങ്കിൽ അതിനൊരു ബ്രാൻഡുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ബ്രാൻഡ്, ഉടയവനിണങ്ങിയ ഒരു ബ്രാൻഡ്, ദാറ്റ് ഈസ് ജീസസ് ബ്രാൻഡ്. ദൈവവചനം കേൾക്കുന്നവർ ക്രിസ്തുവിൻ്റെ ഒരു മുദ്രയിൽ, ക്രിസ്തുവിൻ്റെ ഡിസൈനിൽ കർത്താവിനോട് ചേർന്ന് രൂപപ്പെടുവാൻ നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കാം. നാം പാടാറുണ്ടല്ലോ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ എന്നെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണമേ, ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. നമ്മുടെ സമർപ്പണത്തിൻ്റെ സൂചനയായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വല്ലാതെ ഉലഞ്ഞു പോയിട്ടുണ്ട്, വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്, നിരാശയുടെ പടുകുഴിയിൽ ഞങ്ങൾ വീണു പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഒരു നവപ്രതീക്ഷ തരുന്ന ദൈവം അവിടുന്നാകുന്നല്ലോ. തമ്പുരാന്റെ കൈക്കിണങ്ങിയ നല്ലൊരു പാത്രമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുന്ന അനുഗ്രഹീത രാത്രിയാണ് ഈ രാത്രി. 4 കാഴ്ചകളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു. നിന്റെ തകർച്ചയിൽ ഇന്നും കർമ്മനിരതനായ ഒരു ദൈവമുണ്ട്. നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ചക്രത്തിന്റെ പിന്നിൽ ഇന്നും ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിപ്പാനായിട്ട് ഇടയായിട്ട് തീരണം. 2, നമുക്കൊരു ദൗത്യമുണ്ട് പ്രിയരെ. തമ്പുരാന്റെ കരങ്ങളിൽ അയഞ്ഞു കൊടുക്കുവാൻ, ചേർന്നിരിപ്പാൻ, കർത്താവിൻ്റെ കരങ്ങളുടെ മർദ്ദമൊന്ന് അനുഭവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, വേദനയുണ്ട്, സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, ഞെരിഞ്ഞമരുന്ന സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ആകുലതയുണ്ട്. എന്നിരുന്നാലും നിന്റെ കരങ്ങളിലാണല്ലോ ഞാൻ എന്നുള്ള ബോധ്യം നമ്മെ ഭരിപ്പാനായിട്ട് ഇടയായി തീരണം. 3-മത്തത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു, തകരുവാൻ സാധ്യതയുണ്ടെന്നുള്ള ബോധ്യം. 4, തകർന്നാലും നീ തമ്പുരാന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.